നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടതാണോ മര്യാദയുള്ളൊരു ഭാര്യ ചെയ്യുന്നത്? അതോ കൊല്ലുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അച്ഛ അച്ഛാന്ന് വിളിക്കുകയും അവസരം കിട്ടുമ്പോ പുറകെ നിന്ന് ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്നതാണോ മര്യാദയുള്ള ഒരു മരുമകൾ ചെയ്യുന്നത്? വളർത്തി വലുതാക്കിയെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ദ്രോഹിക്കുന്നതാണോ മര്യാദയുള്ളൊരു ഏട്ടത്തി ചെയ്യുന്നത്? സ്വന്തം അനിയത്തിയോട് അങ്ങേയറ്റം മര്യാദ കാണിക്കുന്ന ഒരു ചേച്ചിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ മര്യാദ വേറെയും ഉണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ. ധനുഷും സ്നേഹയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ മുതൽ പോയതാ നിങ്ങളുടെ മനസമാധാനം. അതിന്റെ ബാക്കിയായി അവരുടെ വിവാഹം അന്ന് മുടക്കാൻ ബോധം കെട്ട് വീഴുന്ന ഒരു നാടകവും. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. അതിന് ഞാനായിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല. സ്നേഹിച്ചവൻ തന്നെ അത് ചെയ്തോളൂ. കാഴ്ചക്കാരിയായിരുന്നു അത് കണ്ട് സന്തോഷിക്കാനല്ലാതെ അതിലൊന്നും എനിക്ക് ചെയ്യാനും ഇല്ല. ഏത് തരത്തിലാണെങ്കിലും അവന്തികയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട അർച്ചനയുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്യണം നീ അവന്തികയ്ക്കറിയാം. നീ കൂടുതൽ നാള് സന്തോഷിക്കാനൊന്നും കരുതണ്ട. നിന്റെ സന്തോഷം ഉടനെ ഞാൻ ഇല്ലാതാക്കുന്നുണ്ട്. എന്തായി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. വെറുതെ എന്ത് നോക്കാൻ? ധനുഷിന് എന്താ ഭ്രാന്തുണ്ടോ? ഇവിടെ ഇരിക്ക. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. വെറുതെ ടെൻഷൻ അടിച്ച് കോളം ആക്കല്ലേ. എന്ത് പറ്റി ധനുഷ്? ഉള്ള ആവേശമൊക്കെ ചോർന്നു പോയോ? അതോ എന്റെ വീട്ടിലായതുകൊണ്ടാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.